ഇന്നലെ ഷെയർ ചെയ്ത അതേ വാച്ച് ലിസ്റ്റ് തന്നെയാണ്. ഇതിൽ സ്റ്റോക്സ് എല്ലാം ഇപ്പം ഗ്രീനായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ ആക്ച്വലി ഇപ്പോൾ എടുത്തത്. നമുക്ക് നിഫ്റ്റിയുടെ പൊസിഷൻ ഏതാണെന്ന് നോക്കാം ആദ്യമായിട്ട്. നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 750യുടെ എബോവ് ആയിട്ട് നിന്ന നിഫ്റ്റി അതിന് മുകളിലല്ല ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. ക്ലോസിങ് എങ്ങനെ വരുന്നു എന്ന് നമുക്കറിയില്ല. ബട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് ആസ് ഓഫ് നൗ അതിനെ ബീറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുകയല്ല, അതിന് തൊട്ട് താഴെയായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 200 പോയിൻറ്റ്സ് അടുത്ത് വരെ നെഗറ്റീവ് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. 24608 ആണ് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലോ. 24600 അറൗണ്ട് ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 24664. ഓൾമോസ്റ്റ് ഹാഫ് ദ വേ റിക്കവർ ചെയ്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ക്ലോസിങ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ക്ലോസിങ് തന്നെയാണ്. അതെങ്ങനെ വന്ന് തീരും എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഷോർട്ട് ടൈം പീരീഡും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു 1 അവർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു റിവേഴ്സലിനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഈവൻ ദോ RSI അത്ര നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ദോ 50 എബോവ് RSI ഉണ്ട്. ഒരു 15 മിനിറ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 15 മിനിറ്റിൽ ചെക്ക് ചെയ്താൽ RSI അറൗണ്ട് ഒരു 53-54 തന്നെ റിമൈൻ ചെയ്യുകയാണ്. ദെൻ ഡേ ക്യാൻഡിലിൽ ചെക്ക് ചെയ്താൽ RSI 57.13. നമുക്ക് നോക്കാം നിഫ്റ്റി എങ്ങനെ ക്ലോസ് ചെയ്യും എന്നുള്ളത്. അതിനനുസരിച്ച് നിഫ്റ്റിയുടെ അടുത്ത സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏതാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ഇന്നിപ്പം അങ്ങനെ ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് ശരിക്കും പ്രത്യേകിച്ചൊരു പ്രയോജനം കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ഈവൻ ദോ ഹെഗ് 2.73 ഓൾമോസ്റ്റ് 3% മൂവ്മെൻറ്റ് തന്നു. വൈഭവ് ഗ്ലോബൽ അതുപോലെ തന്നെ ഒരു 3% മൂവ് തന്നിട്ടുണ്ട്. അങ്ങനെ പല സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം അതെങ്ങനെ ബൈ എൻഡ് ഓഫ് ദി ഡേ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത്. ഞാനിപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറേ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് സ്റ്റഡീഡാണ്. ദേ ആർ അവെയർ ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ്. അവിടെ എന്ത് ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം, എവിടെ ടാർഗറ്റ് ഇടണം എന്നുള്ളതിനെ പറ്റി ഒരു കുറേ ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ബട്ട് കുറച്ച് ആൾക്കാർക്ക് എങ്ങനെ ഇതിൽ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു ഇതിൽ ഇത്തിരി വ്യക്തത കുറവാണ് എന്നെനിക്ക് തോന്നി. ഇതാരെയും എന്താ പറയുക, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ബട്ട് അത് എന്നാലാവുന്ന ഒരു അറിവ് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ 4 പോയിൻറ്റ്സിനെ പറ്റിയാണ്. എൻട്രി, എക്സിറ്റ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ്. ഈ 4 കാര്യങ്ങൾ അറിയാതെ നമുക്ക് ഒരിക്കലും ഒരു ട്രേഡർ ആവാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് എൻട്രി അറിയണം, എക്സിറ്റ് അറിയണം, സ്റ്റോപ്പ് ലോസ് അറിയണം, ടാർഗറ്റ് അറിയണം. ഇനിയിപ്പോൾ ഒരു കാര്യം കൊണ്ട് വേണേൽ കുറച്ചേക്കാം, നമുക്ക് ടാർഗറ്റ് വേണ്ട. ടാർഗറ്റ് നമുക്ക് അറിയില്ല. ഈവൻ ദോ സ്റ്റോപ്പ് ലോസ് ഈസ് മസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ ഒരു സ്റ്റോക്കിൽ ട്രേഡ് എടുക്കുമ്പോൾ അതിൽ ഏത് പോയിന്റിൽ വെച്ച് എൻട്രി എടുക്കണം. ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഈ പോയിന്റ് ക്രോസ് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കാമെന്നാണ് പറയാറ്. അതിന് താഴെ അല്ലെങ്കിൽ ലോവസ്റ്റ് പോയിന്റിൽ വാങ്ങിക്കാൻ നമുക്ക് എന്താ പറയുക, ഈ പറയുന്ന നമ്മൾക്കും ചെറിയ എമൗണ്ടിന് വാങ്ങിക്കുക അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ വാങ്ങിച്ച് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാ ട്രേഡേഴ്സിൻ്റെ ഉദ്ദേശം. പക്ഷേ നമ്മൾ അതിനെ ഒഴിവാക്കി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിനെ ക്രോസ് ചെയ്തിട്ട് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസ് പോയിന്റിനെ ബീറ്റ് ചെയ്യാനുള്ള മൊമെൻറ്റം ഈ സ്റ്റോക്കിനുണ്ടോ, എന്നാലത് ഫർദർ സസ്റ്റെയിൻ ചെയ്യുമോ എന്നുള്ളൊരു കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചാൻസസ് ഓഫ് ഫെയിലിയർ കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ട്രേഡ് എടുക്കുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, നമ്മൾ ഈ പറയുന്ന റെസിസ്റ്റൻസ് പോയിന്റിനെ ബീറ്റ് ചെയ്തിട്ട് അപ്പോൾ ഒരു 550ക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാം എന്ന് പറയുമ്പോഴും ഒരു 551 വരെയൊക്കെ ഒരു മൊമെൻറ്റം തന്നിട്ട് പിന്നെ താന്നു പോകുന്ന സ്റ്റോക്കുകളില്ലേ എന്ന്. അത് നമുക്ക് 100% ആക്യുറസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈവൻ ദോ
മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് പോയിന്റിനെ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം കൺസോൾട്ടേഷൻ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്റ്റോക്കിന് ഫർദർ അപ്വേർഡ് മൊമെൻറ്റം തരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ സ്റ്റോക്കിനെ ട്രേഡ് ചെയ്യാൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏത് പോയിന്റിൽ എൻട്രി എടുക്കണം, എവിടെ വെച്ച് എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ, ഒരു ബേസിക് ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ സംസാരിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ്. എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ്? യൂഷ്വലി പീപ്പിൾ എൻ്റർ ദ സ്റ്റോക്ക് മാർക്കറ്റ് വിത്തൗട്ട് ഹാവിങ് എനി റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി. ആളുകൾ യാതൊരുവിധ റിസ്ക് മാനേജ്മെൻറ്റ് ഇൻ ദ സെൻസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളൊരു പ്രത്യേക ഒരു ടേം കൊടുത്ത് അതിനെ ഒരു വലിയ സംഭവമാക്കുന്നൊന്നുമല്ല. നമുക്ക് എൻട്രി അറിയണം, എക്സിറ്റ് അറിയണം, സ്റ്റോപ്പ് ലോസ് അറിയണം. ഈ പറയുന്ന ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ റിസ്ക് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ചില ആളുകൾ മാർക്കറ്റ് എപ്പോഴും മേളിലേക്ക് പോകും അല്ലെങ്കിൽ ഓൾവേസ് അത് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നത്. ദേ എക്സ്പെക്ട് പ്രോഫിറ്റ്സ് ആൻഡ് മാക്സിമം പീപ്പിൾ എൻഡ് അപ്പ് മേക്കിംഗ് ലോസസ്. അതാണ് അതിൻ്റെ സത്യം ശരിക്കും പറഞ്ഞാൽ. കൂടുതൽ ആളുകളും ഈ പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്ത് വന്ന് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡ് വെയിറ്റ് ചെയ്യുന്നു, അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിട്ടേൺ കിട്ടുന്നില്ല, അപ്പോൾ പാനിക് ആവുന്നു, സെൽ ഓഫ് ചെയ്യുന്നു. വീണ്ടും അത് സ്റ്റോക്ക് ബുള്ളിഷ് ആകും എന്ന് അവർക്കൊരു തോന്നൽ വരുമ്പോഴത്തേക്കും വീണ്ടും അതിൽ എൻട്രി എടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ഓൾ അവർക്ക് അതിൽ നിന്നൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കാതെ ലോസിൽ എൻഡപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. In India, 9 out of 10 people who forayed into stock market, futures and options end up on a losing side എന്നാണ് ഒരു സെബിയുടെ ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് പറയുന്നത്. സെബിയുടെ റിപ്പോർട്ട് ഓൾവേസ് സജസ്റ്റ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന 10ൽ 9 ആളുകളും ലോസിലാണ് എന്നാണ്. അപ്പോൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കതിനെപ്പറ്റി വലിയൊരു ഇൻസൈറ്റ് ഉണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ ഇക്വിറ്റി മാർക്കറ്റിൽ മാത്രമാണ് ആസ് ഓഫ് നൗ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് യുവർ സെൽഫ് സേഫർ. നമുക്ക് എങ്ങനെ സേഫായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും? ബിക്കോസ് ലോസിങ് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് വെരി ഈസി. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം. സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് പൈസ മീൻ ക്യാഷ് അതിൽ നിന്ന് ഉണ്ടാക്കാനാണ് പാട്. നമുക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഇതിൽ ലൂസ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര എളുപ്പമായിട്ടുള്ള കാര്യമാണ്. സോ റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയേണ്ടി വരും. ബിഫോർ യു ടേക്ക് എനി ട്രേഡ് യു നീഡ് ടു ഐഡൻറ്റിഫൈ ദ ഫോളോയിങ്. നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് നമുക്ക് അതിനെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണത്? ഫസ്റ്റ് വൺ, ട്രേഡിംഗ് ക്യാപിറ്റലാണ്. നമ്മളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, എത്ര രൂപയുടെ ക്യാപിറ്റലാണ് നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ബോധ്യം. ഫോർ എക്സാമ്പിൾ, ഒരു 1 lakh ആണ് നമ്മളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചു. ആ 1 lakh ട്രേഡിംഗ് ക്യാപിറ്റലുള്ള ഒരാൾക്ക് അടുത്തതായിട്ട് അറിയേണ്ട ഒരു കാര്യം വാട്ട് ഈസ് മൈ റിസ്ക് പെർ ഡേ എന്നുള്ളതാണ്. റിസ്ക് പെർ ഡേ, നമ്മളുടെ റിസ്ക് പെർ ഡേ എത്രയാണ്? ഇൻട്രാഡേ എടുക്കുന്ന ഒരാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. കാൽക്കുലേറ്റ് ചെയ്യല്ല, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കാറുള്ള ഒരു റിസ്ക് എന്ന് പറയുന്നത് ഒരു 2% റിസ്ക് ആയിരിക്കും ഇൻട്രാഡേയിൽ. വാട്ട് എവർ ബി ദ ക്യാപിറ്റൽ എമൗണ്ട്, ഞാൻ മാക്സിമം എടുക്കുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് 2% ആയിരിക്കും. അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള റിസ്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് ബെയർ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡിസൈഡിങ് ഫാക്ടർ വേറൊന്നുമല്ല, നമ്മളുടെ തീരുമാനമാണ്. സോ റിസ്ക് പെർ ഡേ നമ്മൾ ഓൾറെഡി അറിഞ്ഞു വെച്ചിരിക്കണം എത്ര രൂപ നമ്മൾ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ള കാര്യം. അതായത് 1 lakh ട്രേഡിംഗ് ക്യാപിറ്റലുള്ള ഒരാളുടെ 1% റിസ്ക് എന്ന് പറഞ്ഞാൽ 1% റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1000 rupees അല്ലേ?
അതുപോലെ 2% ആണ് അയാളുടെ റിസ്ക് എങ്കിൽ ദാറ്റ് ഈസ് 2000 റുപ്പീസ്. സോ 1,00,000 രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഞാൻ എടുക്കുന്ന റിസ്ക് 2,000 രൂപയായിരിക്കും. 2,000 രൂപയിൽ കൂടുതൽ ആ ദിവസം ഒരു ലോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ദെൻ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ട്രേഡ്സ് എത്രയാണെന്നുള്ളത് എനിക്ക് ഓൾറെഡി ഒരു നോളജ് വേണം. നമ്പർ ഓഫ് ട്രേഡ്സ് ഞാൻ മാക്സിമം ഒരു ദിവസം 4 ട്രേഡ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 ട്രേഡ്സേ ഞാൻ എടുക്കാറുള്ളൂ. ഒരുപാട് ട്രേഡ് എടുക്കുന്നതിൽ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് വെറുതെ ബ്രോക്കറേജ് കൊടുക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. നമുക്ക് പ്രോഫിറ്റ് എടുക്കുക, മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമ്പർ ഓഫ് ട്രേഡ്സ് 4 ആയിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമ്പർ ഓഫ് ട്രേഡ്സ് 4 ആയിട്ട് നമുക്ക് ലിമിറ്റ് ചെയ്യണം. നമ്മളുടെ റിസ്ക് പെർ ഡേ എന്ന് പറയുന്നത് 2000 ആണ്. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും നമ്മളുടെ റിസ്ക് പെർ ട്രേഡ്? ഓരോ ട്രേഡിലും നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? സിമ്പിളാണ്. 2000 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് വിൽ ബി അറൗണ്ട് 500 റുപ്പീസ്. 1,00,000 ക്യാപിറ്റലുള്ള ഞാൻ എടുക്കുന്ന റിസ്ക് പെർ ഡേ എന്ന് പറയുന്നത് 2% ആണെങ്കിൽ എനിക്കന്ന് ലൂസ് ചെയ്യാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 2000 റുപ്പീസ് ആയിരിക്കും. അതിൽ ഞാൻ 4 ട്രേഡ് അന്നത്തെ ദിവസം എടുക്കുകയാണെങ്കിൽ ഓരോ ട്രേഡിലെയും ഞാൻ ലൂസ് ചെയ്യാൻ തയ്യാറാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആയിരിക്കും. 500 ആയിരിക്കും. 2000 ഡിവൈഡഡ് ബൈ 4 500 ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഈ പെർസെൻറ്റേജ് നിങ്ങൾക്ക് മാറ്റാം. 2%ൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഈ നമ്പർ ഓഫ് ട്രേഡ്സ് നിങ്ങൾക്ക് മാറ്റാം. ബട്ട് ഈ ഒരു ഐഡിയ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നതിന് ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവാനായിട്ട് സാധിക്കില്ല. സോ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻട്രി പോയിൻ്റ് അറിയാതിരിക്കണം, എക്സിറ്റ് അറിയാതിരിക്കണം, സ്റ്റോപ്പ് ലോസ് അറിയാതിരിക്കണം, റിസ്ക് മാനേജ്മെൻറ്റിൽ നിങ്ങൾ അറിയേണ്ടത് അതിനെ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് ക്യാപിറ്റൽ, റിസ്ക് പെർ ഡേ, നമ്പർ ഓഫ് ട്രേഡ്സ്, റിസ്ക് പെർ ട്രേഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ട്രേഡ് എടുക്കാവുള്ളൂ എന്നാണ്. ഇതല്ല, ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറെ പഠിക്കാനായിട്ട് സാധിക്കും. ബട്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഇത്രയേ ഉള്ളൂ. ഇതൊരു ബേസിക് ഒരു ഐഡിയ ആയിട്ട് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. നമ്മളുടെ സ്റ്റോക്സ് എങ്ങനെ ട്രേഡ് ചെയ്യും എന്നുള്ളതിനെ പറ്റി നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ സ്റ്റോക്സ് ഒക്കെ ഒന്ന് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ നിഫ്റ്റി എവിടെ ക്ലോസിങ് തരും? നിഫ്റ്റി 24,750 വീണ്ടും വരുമോ? അതിനെ എബോവ് ക്ലോസ് ചെയ്യുമോ? അല്ല ഇനി അടുത്ത സപ്പോർട്ട് നമ്മൾ കണ്ടുപിടിക്കണോ? എന്തൊക്കെയാണ് എന്നുള്ളത് ബൈ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നോക്കാം. ബട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി അല്ല അത് വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. എൻ്റെ അടുത്ത് പറയുക എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ത്രൂ ഷെയർ ചെയ്യുക. ദെൻ നമുക്ക് അതിനനുസരിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തു തരാൻ ഞാൻ റെഡിയാണ്. ഞാനിത് ആർക്കും, ആസ് യു ഓൾ നോ, സ്റ്റോക്ക് മാർക്കറ്റ്സിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല ഹൈലി പെയ്ഡാണ്. നല്ല കാശ് വാങ്ങിച്ചിട്ടേ ആളുകൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കാതെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വലിയ ട്രേഡറാണ് എന്നല്ല, ബട്ട് ഐ ക്യാൻ സേ ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡറാണ്. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.